Good evening everyone. Product ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് പ്രൊഫഷണലിനെ പറ്റി പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിന്നും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോൾ വിസാർഡുകളെ പറ്റി പഠിച്ചു. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോൾ ഇടുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ്ങിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് അതിനകത്ത് കൗണ്ടർ ബോറോ കൗണ്ടർ സിങ്കോ ആയിട്ടുള്ള ഹോൾസ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയിപ്പം ഇന്ന് നമുക്ക് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന മോഡൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മോഡലിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ 3D മോഡലിൽ എങ്ങനെയാണ് കൗണ്ടർ ബോറും കൗണ്ടർ സിങ്കും ഹോൾസ് ഇടുന്നതെന്നാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് തൊട്ട് ഈ ഒരു ലെവൽ വരെ, അല്ലെങ്കിൽ ബേസിക് തൊട്ട് സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് പ്രൊഫഷണൽ സ്കിൽസ് വരെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു മോഡലിലേക്ക് നമുക്ക് കൗണ്ടർ ബോറും കൗണ്ടർ സിങ്കും ഹോൾസ് നമുക്ക് ഇഷ്ടമുള്ള പ്ലേസുകളിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇതൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ നമ്മളുടെ ഫീച്ചേഴ്സിനകത്ത് പോയിട്ട് ഹോൾ വിസാർഡ് സെലക്ട് ചെയ്യാം. ഹോൾ വിസാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ടൈപ്പ് ഹോൾ ആണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇതിനകത്ത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിപ്പം കൗണ്ടർ സിങ്ക് ആയിട്ടുള്ള ഈ ഒരു ഹോള് സെലക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ANSI തന്നെ ആയിക്കോട്ടെ. ഫ്ലാറ്റ് സ്കഡ് സ്ക്രൂ ഉണ്ട്, ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ 82 ഉണ്ട്, ഓവൽ ഹെഡ് ഉണ്ട്. ജസ്റ്റ് ഓവൽ ഹെഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഡയമീറ്റർ വന്നിട്ട് ജസ്റ്റ് ഒരു 8 കൊടുക്കാം. 8 വേണ്ട, ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക, ഒരു 4 കൊടുക്കാം. ലൂസ് ടൈപ്പ് ആണ്. ത്രൂ ഓള് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അപ് ടു നെക്സ്റ്റ് കൊടുക്കാം. ത്രൂ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ആ ഒരു ഹോള് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി പാസ് ചെയ്ത് താഴെ വരെ വരും. അപ് ടു നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ വരെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസ് വരെ അത് പോവുകയുള്ളൂ. അപ് ടു വെർട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏത് വെർട്ടെക്സ് ആണോ ഉള്ളത് ആ ഒരു വെർട്ടെക്സ് വരെ അത് പോവുകയുള്ളൂ. ഓഫ്സെറ്റ് ഫ്രം സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിന് ഓഫ്സെറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ എൻഡ് കണ്ടീഷൻ വരുന്നത്. ഇതാണ് എൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു, പൊസിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പൊസിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്താണ് ആഡ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 3D സ്കെച്ചിന് സെലക്ട് ചെയ്യുക. 3D സ്കെച്ചിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലെയിനിൽ നമുക്ക് സ്ക്രൂസിനെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു ഹോള് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയൊരു ഹോളിനെ സെലക്ട് ചെയ്യാം. വീണ്ടും ഞാൻ ഹോൾ വിസാർഡിൽ വരുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. ഓവൽ ഹെഡിന് പകരം ഫ്ലാറ്റ് ഹെഡഡ് സ്ക്രൂ 100 സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇതൊരു 8 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പൊസിഷനിൽ വന്നിട്ട് 3D സ്കെച്ച്, 3D സ്കെച്ചിൽ വന്നിട്ട് കൃത്യം ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ പ്ലേസ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിൽ സ്ക്രൂസിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് സ്ക്രൂസിനെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇപ്പം നോക്കിയാൽ കാണാം ഇവിടെ അങ്ങനെ ഒരു സ്ക്രൂ വന്നിട്ടുണ്ട്, സ്ക്രൂ ഹോൾ വന്നിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്ത
അത് കറക്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ വരാഞ്ഞത്. ജസ്റ്റ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കിയാലും കാണാം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഹോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാമല്ലോ. അങ്ങനെ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മോഡലിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഹോൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വേണോ, ജസ്റ്റ് ഇവിടെ വേണോ, അങ്ങനെ എവിടെ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ആവുന്നതാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം ഇവിടെ എല്ലാ ഹോൾസ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഹോൾസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 3D എന്നുള്ള ആ ഒരു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ഹോൾ വിസാർഡിനകത്ത് പൊസിഷൻസിനകത്ത് 3D സ്കെച്ച് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഊട്ടയിടാവുന്നതാണ്. ആ ഊട്ട ത്രൂ ഓൾ ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഠിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അതുവഴി നല്ലൊരു സ്കിൽസും നോളജും ഉള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയെ എടുക്കണം എന്നുള്ള എൻ്റെ ഒരു ഇനിഷ്യേറ്റീവിന് സപ്പോർട്ട് ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.